പറയുന്നത്. ഞങ്ങളൊരു കഥ പറയാം. നമ്മൾ ഒരു ദിവസം മാത്രം ഇങ്ങനെ ബ്ലാങ്കറ്റ് മേലിട്ടിട്ട് ഹൊറർ കഥ പറഞ്ഞു. ഞാൻ എന്താക്കി ഈ അതും ഈ 3-4 പേര് വെച്ചിട്ട് അവിടുന്ന് ശൈത്യനെ അവിടെ പുറത്താക്കി. ഫ്രണ്ടല്ലേ അവിടെ പ്രശ്നമായത്. നമുക്ക് എനിക്ക് 2 പേർക്കാം, ഇവൾക്ക് പിന്നെയും കുഴപ്പമില്ല. എന്താ പറയുന്നത്, ഞാനും ജിസയിലും ഭയങ്കര സീനായിട്ട് അവർ നിങ്ങൾ പുറത്ത് കണ്ടിട്ടുണ്ടാവില്ല. പക്ഷെ എനിക്കറിയാം അവർ തമ്മിൽ ഭയങ്കര അകത്ത് കണ്ടു ബ്ലാങ്കറ്റ് അകത്ത്. അതിന്റെ ചീപ്പ് എന്റെ വില കളഞ്ഞത് എനിക്ക് നിൽക്കണ്ട ഈ ഷോയില്. അങ്ങനൊരു സംഭവത്തെ പറ്റിയാണോ അവള് പറഞ്ഞുകൊടുക്കുന്നത്? ഈ 3 ആളും ഇരുന്നിട്ട് ഈ അതിന് സംഭവിച്ചിട്ടാണ്. അതോ 2 ആള് മാത്രമുള്ള കഥയാണോ പറയുന്നത്? 4 പേര് മാത്രമാക്കി പേരുണ്ടായിരുന്നു. പക്ഷെ ഇവര് പറഞ്ഞു വന്നപ്പോ അതുപോലെ തന്നെ ഞാനും കുറച്ച് ഉൾപ്പെട്ട്. ഞാനും കാരണം എനിക്ക് പുറത്തൊരു സെക്കൻഡ് ഉണ്ട്, എനിക്കൊരു ഇതുണ്ട്. ഇവര് 2 ആളും സിംഗിൾ ആണ്. എന്നാൽ അങ്ങനെ പറയുന്നത് വളരെ മോശമാണ്. കാരണം ബ്ലാങ്കറ്റ് തലയിൽ ഇട്ട് വെച്ചിട്ട് അവരങ്ങനെ അമ്മക്കച്ഛനെ വിളിക്കാൻ പാടില്ല. പക്ഷെ ഞാൻ അവളോട് പറ, കണ്ട കാര്യം എന്താന്ന് പറയട്ടെ, അപ്പൊ വിശ്വസിക്കാം. ബെഡ്ഷീറ്റ് മൂടി മോശമായിട്ട് കണ്ടു, അത് മാത്രം മനസ്സിലാക്കി. അതാ പറഞ്ഞ മോശമായിട്ട് എന്ത് നീ പോയി പറ. അതെന്ത് പറയാത്തെന്താ? പറഞ്ഞോളൂ. പറ. എന്തിന്? അതിന്റെ ആവശ്യമില്ല. സമയമേ പറഞ്ഞു. ഞാൻ അവളുടെ പറഞ്ഞു, നൂറെടുത്ത് പറഞ്ഞിട്ടുണ്ട്. എന്നോട് പറഞ്ഞേ. പക്ഷെ അതിപ്പോ ഇവിടെ എങ്ങനെ പറയരുത്. പക്ഷെ ഓള് കണ്ട കാര്യം ഓളാ പറയണ്ട, ഞാനല്ല. അതില്ല, അത് മനസ്സിലാക്കണം. അല്ല, ഞാൻ കണ്ടിട്ടില്ല. ഓള കണ്ടോള എന്നോട് പറഞ്ഞത്. അപ്പൊ ഓളാ പറയേണ്ടത്. കണ്ടിട്ടുണ്ടെങ്കിൽ ക്യാമറ കിട്ടി കാണത്തില്ലേ? അവർക്ക് ബോധമില്ലാത്ത ആൾക്കാരാണോ അവിടെ വന്നാലും അവിടെ എന്തോ അകത്ത് മാലിന്യം ബ്ലാങ്കറ്റിന്റെ അടിയിലുള്ള ഒരു ബാഡ് ആയിട്ട് ഇപ്പൊ നിങ്ങളെ പറ്റി ബാഡ് ആയിട്ട് ഒരാള് ഇങ്ങനെ പറയുന്നു, ഇവിടെ പറഞ്ഞു എന്ന് വെച്ചോ. ഈ പറയുന്നത് തന്നെയാണോ പുറത്തു പോകുന്നത്? ആ സംഭവം ശരിക്കും കാണിച്ചിട്ടുണ്ടാവില്ല. പക്ഷെ ഫേക്ക് ന്യൂസ് എന്തിനാ സ്പ്രെഡ് ചെയ്യണ്ടേ? ഞാൻ പറഞ്ഞു, ഫോർ എക്സാമ്പിൾ നിങ്ങൾ പോയി തൊട്ടു. എക്സാമ്പിൾ നിങ്ങൾ വീട്ടിൽ വെറുതെ പറഞ്ഞാൽ മതി. ഇവിടെ ഇത് സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോം ആണത്, അത് ഗെയിമാണ്. അപ്പൊ ഞാൻ നാളെ പറയട്ടെ, ജിഷൻ ചേട്ടാ കോൺസിക്വൻസ് ഉണ്ടാവില്ല. നിങ്ങൾ ഫസ്റ്റ് ഇംപ്രഷൻ ഓൾറെഡി പോയി, അത് കഴിഞ്ഞാണ് കോൺസിക്വൻസസ്. ഇപ്പൊ ഞാൻ ഇന്നൊരു സ്റ്റോറി പറഞ്ഞപ്പോ എന്താ അവസ്ഥ? ചേട്ടാ ഞാൻ ഇന്നൊരു സ്റ്റോറി പറഞ്ഞപ്പോ എന്നെ ആൾക്കാർ എന്താ വിളിച്ച കോടിന്ന്? എന്തിനു കോടി വിളിച്ച? ഇതാണ് കാരണം. ഒരാളുടെ തെറ്റിദ്ധാരണ ഇയാളിങ്ങനെ സ്പ്രെഡ് ചെയ്യുമ്പോൾ അത് എന്ത് വില പോയി വളക്കാൻ നോക്കി നോക്കിയായിരുന്നു. പിന്നെ എല്ലാവർക്കും അറിയാം ഈ കാര്യങ്ങളൊക്കെ. ഇല്ലാന്ന് പറഞ്ഞ പാൽകുപ്പിയായിരുന്നു അല്ലേ? കണ്ടിട്ടും കൂടി ഉണ്ടാവും. ഒരാളുടെ വില കടന്നു കാര്യത്തിന്.